بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد سورة الشورى 9, 10, 11 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായിട്ട് ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വചനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ എന്ന രണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ ചേർന്നപ്പോൾ അല്ലെ, രണ്ട് സാക്കിനുകൾ എം എന്നുള്ള സാക്കിന മീം, ഇത്തഖദൂലെ ഹംസ പോയ പിന്നെ ശേഷിക്കുന്ന തായിലിന്റെ തുടക്കത്തിൽ വരുന്നതായ സുക്കൂൻ, അതും സാക്കിൻ. അതിനുള്ള പരിഹാരം എന്താക്കി? തഹ്രീക്ക്, ആദ്യത്തെ സക്കൂനുള്ള അക്ഷരത്തിന് ഹറക്കത്ത് കൊടുത്തു, കസ്ർ കൊടുത്തു. അം എന്നുള്ള അമി എന്നാക്കി. അമിത്തഖദു, ഖാഇന് തഫ്ഖീം കൊടുക്കണം. മിൻ ദൂനിഹി, സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ആ ഹാഉദ്ദമീറിന്റെ യാഇനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ്ദുസ്സിലത്തിൽ കുബ്റ, മദ് മുൻഫസിലിന്റെ വിധി നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബ്റ. മിൻ ദൂനിഹി ഔലിയാ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇശ്ബാഅ് ചെയ്ത് 6 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. ഫല്ലാഹു ഹുവൽ വലിയ്യു, അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിന് അതുപോലെ അലിഫിന് ഇതിന് മാത്രമേ തഫ്ഖീം കൊടുക്കാം. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും അവിടെ തഫ്ഖീം വരുന്നില്ല. എന്നായി പോയത്. ഫല്ലാഹു ഹുവൽ വലിയ്യു വഹുവ യുഹ്യിൽ മൗതാ وهو على كل شيء قدير. شيء തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിലും തഫ്ഖീം വേണം. ഉന്ന മുഫഖമ, കാരണം ശേഷമുള്ളത് തഫ്ഖീമിന്റെ ഹർഫായ ഖാഫ് ആണ് എന്നതുകൊണ്ടാണ്. ഷൈഇൻ ഖദീർ, റാഇനെ തർഖീഖ് ചെയ്യുക, ഖദീർ. വമ اختلفتم فيه, തഫ്ഖീമിന്റെ അക്ഷരമാണ്. സാക്കിന മീം വരുന്നു പദത്തിന്റെ അന്ത്യത്തിൽ. ഇൽഹാർ ഷഫവി ഫാഇന് മുമ്പിലായത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, മണിക്കാതെ ഒഴിവാക്കുക. വമ اختلفتم فيه من شيء, സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. ഉന്നഹ് മുറഖഖ, നേർപ്പിച്ചുകൊണ്ടുള്ള മണിക്കലാണ്. മിൻ ഷൈഇൻ ഫഹുക്മു, തൻവീനിനെയും ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. ഫഹുക്മുഹു ഇലല്ലാഹ്, ദീർഘം എന്താണത്? മദ്ദുസ്സിലത്തിൽ കുബ്റ എന്ന ജായിസ ദീർഘം. മുൻഫസിലിന്റെ ഹുക്മ് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. ഇലല്ലാഹ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. വീണ്ടും ദാലികുമുല്ലാഹു, ദാലികും അല്ലാഹു, അതിനെ ദാലികുമുല്ലാഹു എന്ന് ഹറക്കത്ത് കൊടുത്ത് ഉച്ചരിക്കുന്നു. ഇൽതിഖാഉ സാക്കിനൈന്റെ പരിഹാരമായി. അല്ലാഹു റബ്ബി, റാഇ തഫ്ഖീം ചെയ്യണം. അലൈഹി തവക്കൽതു, തവക്കൽതു, തവക്കൽതു തവക്കൽതു. വഇലൈഹി ഉനീബ്, ബായിൽ ശബ്ദം ചലിപ്പിച്ച് നിർത്തണം, ഖൽഖല. വഇലൈഹി ഉനീബ്. ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ത്വാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റ, അതിനാൽ റാഇന് തഫ്ഖീം. ഫാത്തിറു റു السماوات والأرض, راء الضاد تفخيم. جعل لكم من
أنفسكم ميمنا ميمن ليبتش منكا لكم من ساكنانون إظهار حلقي منكا ذا ولواك أنفسكم إخفاء حقيقي أبجكت ماكي منكا ساكنا ميم ورنو إظهار شفوي يعني منكا ذا ولواك أنفسكم أزواجا ومن تنوين إدغام بغنة وعليك ليبتش منكا أزواجا ومن الأنعام أنعام لا ساكنة نون إظهار حلقي منكا ذا ولواك أزواجا يذرأكم تنوين يا إلا يبتش منكا إدغام بغنة يذرأكم فيه لكن ميم إظهار شفوي منكا ذا ولواك يتركا فاعل منبل سوچ مدغيانا ليس كمثله ليس كمثله شيء അവിടെ ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യാം അനുവദനീയമാണ് മദ്ദ ആരിദ് ലിസുകൂൻ എന്നാൽ ദീർഘിപ്പിക്കുന്നത് ലീനിന്റെ ഹർഫായ യാഇനെയാണ് നാല് ഹറക്കത്തിൽ മിതത്വവും ആവാം നാല് ഹറക്കത്തിന്റെ അളവിൽ ഷൈ وهو السميع البصير ഫാദിന് കസ്റ് കുറഞ്ഞ റഫ്ഖി റാഇന് തർഖീഖ് നേർപ്പിച്ച് ഉച്ചരിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക ബാറകല്ലാഹു ഫീക്കും أعوذ بالله من الشيطان الرجيم أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير وما اختلفتم فيه من شيء فحكمه إلى الله ذلكم الله ربي عليه توكلت وإليه أنيب فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا
ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير. അള്ളാഹുവിന്റെ സിഫാത്തുകൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ വളരെ അടിസ്ഥാനമായി അറിയേണ്ട ഒരു ഭാഗം, ഒരു അടിസ്ഥാന തത്വമാണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. അലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി യാതൊരുവനുമില്ല. അവിടെയും ഇവിടെ ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും അത് അള്ളാഹുവിന്റെ മഹത്വത്തിനാണ് അനുഗുണമായ നിലക്ക് കമാ യലീഖു ബിജലാലി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള വിശ്വാസം ശരിയാക്കണം, അത് പഠിപ്പിക്കുന്ന ഒരു വചനം കൂടിയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്.